മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യപരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയുക. എനിക്ക് ചോദിക്കാനുള്ളത്, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രകടന പത്രിക പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു തുള്ളി മദ്യം കൊടുക്കുകയില്ല. എന്താ ഉറക്കം വരുന്നു? ഇന്നിപ്പോൾ ഈ 8 വർഷം കൊണ്ട് 860 ബാറായി കേരളത്തിൽ. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. 5660 കള്ളഷാപ്പുകൾ, 350 വിദേശ മദ്യഷാപ്പുകൾ, ബീർ വൈൻ പാർലറുകൾ കുടിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് സമാധാനമില്ല. സ്ത്രീ സുരക്ഷിതത്വം, സ്ത്രീ ശാക്തീകരണം എന്നൊക്കെയായിരുന്നു നമ്മൾ സർക്കാർ പറഞ്ഞത്. പക്ഷേ ഈ മദ്യം ഇങ്ങനെ ഒഴുകുന്നതുകൊണ്ട് ആത്മഹത്യയായിരുന്നു, കൊലപാതകമായിരുന്നു, വിവാഹമോചനമായിരുന്നു, എല്ലാം അപ്പൊ എന്താണ് സ്ഥിതി ഇന്ന് കേരളത്തിൽ? വികസനത്തിന്റെ പാതയിലേക്ക് ഉദിച്ചുമായി നാട് പറയുമ്പോൾ ഒരു വികസനവും ഒരു കുടിയന്റെ വീട്ടിൽ നടക്കുന്നില്ല. ഒരു കുടിയന്റെ വീട്ടിലും വികസനമില്ല. അയ്യോ, എനിക്കിപ്പോ ബോധം പോകും. അപ്പൊ എന്താണ് നിങ്ങളെന്ന് സിനിമാ നടന്മാരെ കൊണ്ട് പറയിപ്പിച്ച കള്ളം പറ ഓർമ്മയുണ്ട എല്ലാവർക്കും? കുടിയനായ ഭർത്താവിനെയും കുടിയനായ മകനെയൊക്കെ നമുക്ക് നല്ല വഴിക്ക് കൊണ്ടുവരാം. അതിനകത്ത് നമ്മുടെ അതിനുവേണ്ടി LDF വരും, എല്ലാം ശരിയാകും. സർക്കാർ പോകുമ്പോ 29 ബാറാണ് കേരളത്തിലുള്ളത്. പക്ഷെ ഇന്ന് 2016 മുതൽ 2024 വരെ എത്തി നിൽക്കുമ്പോ 957 മുതൽ അനുവദിച്ച അത്രയും ബാറുകളാണ് നിങ്ങൾ അനുവദിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ബാറുകളുടെ എണ്ണം 900 കവിയാൻ പോവാണ്. ഉടൻ 1000 ബാറുകൾ പൂർത്തീകരിക്കും. ആ അമ്മയുടെ ചോദ്യത്തിന് അവിടെയാണ് പ്രസക്തിയുള്ളത്. അതിന് നിങ്ങൾ മറുപടി പറയണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ.